Hi guys. Hello guys. Welcome to our YouTube channel Nita Shins. അപ്പോൾ ഞങ്ങൾ കാത്തിരുന്ന ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. സോ ഞങ്ങൾ പോവാണ്. ടൈം 4:45 ആയിട്ടുണ്ട്. ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ 4 മണിക്ക് ബാക്ക് ക്യാമറ ഇട്ടില്ല. ചെറുതായിട്ടൊന്ന് വഴിക്ക് 4 മണിക്ക് ഇറങ്ങുന്ന പറഞ്ഞത് 4:45 അത്രേ ഉള്ളൂ. സാരല്ല, എന്നാലും നമ്മള് ട്രിപ്പ് സെറ്റ് ആക്കും, ഞങ്ങൾ വൈബാക്കും. ഞങ്ങളല്ലേ പോണത്. നമുക്ക് നമ്മുടെ സോളോ വ്ളോഗ് തുടരാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം. ഏതോ നടു റോഡാണ് സംഭവം, നമുക്കറിയില്ല. ബസ്സൊക്കെ പോയേക്കാം. കമോൺ. ശരിക്കും നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പോയിട്ട് വരണം. ഇപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇതാണ് പള്ളി, നല്ല ഭംഗിയുള്ള പള്ളി, സോ ബ്യൂട്ടിഫുൾ. നല്ല സ്ഥലം. ഇവിടെ എല്ലാരും നിസ്കരിക്കാൻ ഇറങ്ങിയതാണ്. അതെ, എല്ലാരും പോയി ഗൈസ്, ഞങ്ങൾ മാത്രം. പിന്നെ നിസ്കാരം ബസ്സില് ഞങ്ങളെ യൂസേഴ്സുകാരുണ്ട് കുറച്ച്, എന്താ പറയാ, ഈമാൻ. അതാണ് നമ്മള് ട്രിപ്പ് പോകണം. അപ്പൊ അതിൻ്റെതായൊരു ഈമാനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കുതിരത്ത് ഉണ്ടാവൂല. ഞങ്ങൾ ഫുള്ള് വൈബ് ആയതുകൊണ്ട് പിന്നെ എല്ലാരും അതെ മൂഡ് ജോർജി ക്ലാസ് പോലെ ഇരിക്കണം എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നൈസാണ്. റീപ്രൊഡക്ഷൻ ഒക്കെ പഠിക്കണം. എങ്ങനെ കൊണ്ടുപോവാ? ഞാനപ്പോ പള്ളി കൊണ്ടുപോവാണ്. അവിടെ അതിനപ്പുറത്ത്. അപ്പൊ നമ്മൾ അത് കാണുമ്പോൾ വിചാരിക്കും നല്ല ഭംഗിയുള്ള പള്ളിയാണ്, പക്ഷെ നമുക്കുള്ളതല്ല. നമുക്ക് അതിന്റെ ബാക്കിൽ ചെറിയൊരു റൂമുണ്ട്. അവിടെയാണ് നമ്മൾ സ്ത്രീകൾക്കുള്ള നിസ്കരിക്കാനുള്ള റൂം. സങ്കടമൊന്നുമില്ല. അതെ, എനിക്ക് നല്ല ഭാവിയില്ലേ, എനിക്കറിയാം. അയ്യോ അതെ, പക്ഷെ നമ്മൾ അതിന് ഇറങ്ങൂല. കാരണം എന്താണ്, ഇപ്പൊ നമ്മളതിന് ഇറങ്ങി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ജീവിക്കണ്ടേ. അതെ, ഇല്ലട്ടോ ഗൈസ്, നമ്മൾ പാവങ്ങളാണ്. മതി. നിസ്കരിച്ച് വന്നിട്ടുണ്ട്. അയ്യോ ഞങ്ങള് കൊറേ വ്ളോഗൊക്കെ എടുത്തു. അറിയാം ഞങ്ങക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ നിസ്കാരം മുറി? എന്താണ് റിവ്യൂ? നല്ല വൃത്തിയുള്ള ശരിക്കും എന്താ ഇത്ര ടെൻഷൻ അടിച്ചിട്ട്? ടെൻഷൻ എന്താ റെക്കോർഡ് നടക്കണ്ടോ? ഏതാണ്ട് ഉൾപുട്ടെ അങ്ങനെ നോക്കരുത് നിങ്ങള്. കുറച്ചുള്ളത് കുറച്ച് തടികളായിട്ട് തോന്നുന്നു. ഓക്കെ, അതിന്റെ ടൈപ്പ് ആവണമെന്നില്ല. മാലൊക്കെ പുറത്തു കൂടെ അട്രാക്ഷൻ തെളിയിക്കാൻ വേണ്ടി അശ്വതി ഞാനടി. ഹലോ ബ്രോ, ഹലോ. എനിക്ക് ആരും പറയാൻ വിളിച്ചതായിരുന്നു. സംഭവേ ഞാന് സംഭവം കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എന്റെ അഭിപ്രായം എന്താ ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. താങ്ക് യു. മതി മതി. ഓക്കെ ഓക്കെ ഓക്കെ, കൊണ്ട് ഡയർ ചെയ്യുന്നു കേട്ടോ. ശരി, ബൈ ബൈ. സെപ്പറേറ്റ് ആയിട്ട് വേറെ
ഇതെന്താടാ യൂണിഫോമോ? രമേശിന്റെ എഴുതെടുത്ത കാണാൻ പോകുന്നത് പറയൂ. ഇവര് കാണാൻ വേണ്ടി പോയിക്കോ. ഇപ്പോഴുണ്ട് ഞാൻ അടുത്തോ. ഈ ലോകത്ത് എന്തൊക്കെ കാണാനുണ്ട് ഗായ്സ്. ഇവിടെ ഒന്ന് വന്ന് നോക്കണം, അപ്പൊ നമുക്ക് മനസ്സിലാവും അവിടെ എന്തൊക്കെ. നെക്സ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ടൈഗർ പാന്തറ ടൈഗേഴ്സ്. ഓക്കെ, ഞങ്ങൾക്ക് ആൺസിംഹത്തെക്കാൾ ഇഷ്ടം പെൺസിംഹങ്ങളെയാണ്. ഡു യു നോ വൈ? Because they have the attitude. Attitude matters. നമ്മളിപ്പോ നമ്മളിപ്പോ ബേർഡ്സ് കണ്ടു, ലെപ്പാർഡ് കണ്ടു, ബംഗാൾ ടൈഗർ കണ്ടു. എന്താ ബംഗാൾ ടൈഗർ? എന്താ കേരള ടൈഗർ ആവാനെ? വരുന്ന വഴിക്ക് കാട്ടുന്ന സാധനത്തിനെ കണ്ടിരുന്നു വണ്ണ്. അപ്പൊ ഞങ്ങളതിനെ കണ്ടെത്തി. അതിന്റെ പേര് കണ്ടെത്തി. അതിന്റെ പേരാണ് ഹനുമാൻ ലാംഗ്വർ അല്ലെങ്കിൽ കോമൺ ലാംഗ്വർ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ കാണാൻ പോകാം ഗായ്സ്. ഓക്കെ ഗായ്സ്, ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോഴും എടുക്കാൻ ഇത് ഇവിടെ അതവിടെ ഇരിക്കുന്നു. ഗായ്സ്, നമ്മളെടുക്കാൻ പോകുന്ന ഗായ്സ് നമ്മൾ പലതരം മൃഗങ്ങളെ കണ്ടു. സാറ് പറഞ്ഞു എന്തൊക്കെ നമ്മൾ കണ്ടു? സിംഹത്തിനെ കണ്ടോ? അല്ല, ഇത് സ്നാപ്പാണ്. നമ്മൾ എന്തൊക്കെയോ കണ്ടു ഗായ്സ്. പുലിനെ കണ്ടു, സിംഹത്തിനെ കണ്ടു, പിന്നെ അഭിനന്ദനെ കണ്ടു, മറ്റേ കിങ്കോങ്ങത്തെ ആ സാധനത്തിനെ കണ്ടു. അതെ, സെറ്റാണ് ഗായ്സ്. കഴിച്ചു കുറച്ച് ഞാൻ ദോശ എടുത്തു. ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ എന്തൊക്കെ കണ്ടു? ഇപ്പൊ കൊറേ കാര്യങ്ങൾ ഈ മഹത് വ്യക്തി ജീവനെ കണ്ടപ്പോൾ ജിറാഫ് എന്ന് പറഞ്ഞു. ജലതരംഗിണി എന്നാണ് വായിക്കാൻ നല്ലൊരു കോമൺ സെൻസ് എല്ലാവർക്കും വേണം. സാനിയ അഹമ്മദ് ജലതരംഗിണി ഏതാണ്? ജലതരംഗിണി ഏതാണല്ലേ? അപ്പൊ നമ്മള് ജലതരംഗിണീന്റെ എൻട്രൻസിൽ കയറിയിട്ടുണ്ട്. ഇതാണ് ജലതരംഗിണി. റിഷ, എന്തൊക്കെയാ എനിക്ക് പറയാനുള്ളത്? എന്നിട്ട് ഇവിടെ എന്തെങ്കിലും നാവ് വിളിച്ചു പോയാൽ ഭയങ്കര പ്രശ്നമായിട്ട് അതുകൊണ്ട് എല്ലാരും ഭയങ്കര മോശമാണ് കഴിച്ചത്. എല്ലാവർക്കും പറ്റും, മനുഷ്യന്മാരല്ലേ. നമ്മള് ഉണ്ടാന്ന് കട നടക്ക. അതെ ഒന്നൊക്കെ എല്ലാവർക്കും പറ്റും, പക്ഷെ രണ്ടെണ്ണം പറ്റണോല്ലേ? അതത്രേ ഉള്ളൂ. നമ്മളിവിടെ മാനുണ്ട് ഗൈസ്. മാന് അരമണിക്കൂർ പർച്ചേസിംഗ് വേണം ഞങ്ങൾക്ക്. ഇതിന് ഇറങ്ങിയുള്ള പ്രശ്നം ഇതാണ്. ഒരു നമ്മളെല്ലാരും
ക്ഷീണിച്ച് അവശരായി. സേർമാര് വരെ ഇവിടെ ഇരിക്കലായി. പിന്നെ മാത്രം കാണാനുള്ളൂ. അതും കൂടി കഴിഞ്ഞു. നമ്മൾ ജിറാഫും കൂടെ കണ്ടിട്ടു. പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കൂർഗ്. ഓഫ് ടു കൂർഗ് ഗൈസ്. ഗൈസ് വി ആർ ഡ്രസ്ഡ് ഗൈസ്. എല്ലാരും ഒരു ഹായ് കൊടുക്കൂ. വെൽക്കം കഴിഞ്ഞു, അവസാനിക്കാനായി. വിസിറ്റ് കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു എന്താ പറയാ കഴിഞ്ഞു. അപ്പൊ ഞങ്ങള് എത്ര നേരമായിന്നറിയോ? വ്ളോഗ് ഉണ്ടെങ്കിൽ പോര് ഒരു കണിക്ക്. ഇതാണ് ഞങ്ങളെ സ്കൂളിലത്തെ മെയിൻ ടീംസ്. എന്താ ചെയ്യാ? ഗൈസ് നമ്മളെ ടൂറിന്റെ അവസാനത്തെ ലഞ്ചും നമ്മൾ ഫിനിഷ് ആക്കി. ഇതൊക്കെ നമ്മുടെ ടീംസാണ്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ളത് കൂർഗിലാണ്. കൂർഗ് എവിടെയാണ് പറഞ്ഞു കൊടുത്താ? ആ കൂർഗ് എവിടെയല്ല. ഇപ്പൊ നമ്മള് വന്നിട്ടുള്ള സ്ഥലം എവിടെയാ പറഞ്ഞു കൊടുക്കുക? സേറത്തിന്റെ പേരെന്താ? ആ അപ്പൊ യെസ്, അസ്വറിന്റെ ക്ഷേത്രത്തിക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഗൈസ്. ഗോൾഡൻ ടെമ്പിൾ കിട്ടോ. ഇത് നമ്മളെ അമ്പലത്തിന്റെ അമ്പലല്ലേ, മറ്റേ ഇവരുണ്ടല്ലോ ടിബറ്റൻസ് അമ്പലം. ആ ശരി, ടിബറ്റൻസ് അല്ലേ? എനിക്കറിയില്ല. യെസ്, അപ്പൊ അവിടേക്കാണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ ഗൈസ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഗോൾഡൻ ടെമ്പിളിന് ഗോൾഡൻ എന്ന് പറയാൻ കാരണം? ഓക്കെ, അറിയുന്നവർ കമന്റ് ചെയ്യാം. അതെ, അറിയുന്നവർ കമന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ടാണെന്നാണ്. അതെ, ഓക്കെ. ഇതാണ് ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് ഇരുന്ന അങ്ങോട്ട് ഓപ്പോസിറ്റ് കാണുന്ന വ്യൂ. കുറെ ബുദ്ധന്മാരുണ്ട്. ബുദ്ധൻ ഫോളോ ചെയ്യട്ടോ. ഫോളോ ചെയ്യട്ടോ ഞങ്ങളെ. ഓക്കെ, നോക്ക് ഗായ്സ്, ഇമ്മക്ക് ഇങ്ങനെ നടക്കാൻ പേടിയാ. എല്ലാവർക്കും പേടിയാണ് ഗൈസ്, എനിക്ക് മാത്രമേ ഉള്ളൂ ധൈര്യം ഇതിന്. വേണ്ട ആരും വേണ്ടില്ല. നടക്കേ പൊട്ടിയ നീന്താ. നീന്താനാണ് ഗൈസ്. നമ്മൾ ആടിയാണ് പോകുന്നത്. ആടുന്നുണ്ട്, ആകപ്പാട് ആടുന്നുണ്ട്. മിക്കവാറും ഇവിടെ നിലത്ത് കിടക്കൂട്ടോ. കണ്ണുടിച്ചോല പോലെ ആടുണ്ടല്ലോ. നമ്മള് നടക്കാൻ വയ്ക്കണില്ലേ? നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഇവർ ഒരുക്കിയിരിക്കുന്നു. റൊമാൻറ്റിക് വൈബ്. കൊയങ്ങിയിരിക്കണ സ്ഥലം നോക്കി. എന്താ പറയാനുള്ളത് ഗായ്സ്? ട്രിപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു ട്രിപ്പിൽ മാറി മെമ്മറി ഫീലിങ്സ് അങ്ങോട്ട് വന്നു.
പിന്നെ നീ കാഞ്ചനായി ചില്ലകളിൽ വരുമോ നിറയുമീരയിലെ നീ നരിമണം മായ്ച്ചിടുവാൻ വരുമോ ഒരു തൂവല്ലി അരവിൻ നൽവനം അരികിലതു മിഴികളിൽ അരങ്ങുകയോ യാത്രാമണിയോടെ നിമിഷം നെഞ്ചുവിടും